പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം കേൾക്കുമ്പോൾ വൈകാരികമായിട്ട് ചെറിയ വിഷമമൊക്കെ ഉണ്ടാവും. എന്നാലും നമ്മൾ അതിനെ അതിജീവിക്കണമല്ലോ. നമ്മളെയാണോ ഇഷ്ടപ്പെട്ടതെന്ന് ആദ്യം ചോദിക്കൂ. മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ പോയി പണി നോക്കാൻ പറയണം. ഞാൻ ഓളെ വിളിച്ചിറങ്ങും. വേറെന്ത്? ഇപ്പോൾ നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ട്, ഒരു 10 വർഷമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പോൾ ഭയങ്കര ഡീപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് കല്യാണത്തിൽ നിങ്ങൾ മ്യൂച്വലി ഒരു കല്യാണം കഴിക്കാം എന്നൊക്കെ തീരുമാനിച്ചു, കല്യാണത്തിലേക്ക് എത്തി. അപ്പോൾ പെട്ടെന്ന് അയാൾ പറയുകയാണ് ഇത്ര എമൗണ്ട് അല്ലെങ്കിൽ ഇത്ര ഡൗറി ഇല്ലാതെ എൻ്റെ വീട്ടിൽ സമ്മതിക്കില്ല എന്ന് ഓപ്പോസിറ്റുള്ള ആൾ പറയുകയാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും നിങ്ങൾ റിയാക്ട് ചെയ്യുക? എന്തായിരിക്കും നിങ്ങളുടെ റെസ്പോൺസ്? ആദ്യം പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം കേൾക്കുമ്പോൾ വൈകാരികമായിട്ട് വിഷമാവും. കാരണം 10 വർഷമുള്ള റിലേഷൻഷിപ്പിൽ ഇത്രയും കൂടിയും എന്നെ മനസ്സിലാക്കിയിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് വാല്യൂ തരുന്നത് സ്ത്രീധനം എന്നുള്ളൊരു സംഭവത്തിനാണ് എന്നറിയുമ്പോൾ വിഷമാവും. ഒക്കെ അറിയാവുന്ന ഒരാൾ അങ്ങനെ റിയാക്ട് ചെയ്തതിൽ ആദ്യം വിഷമമായിരിക്കും തോന്നുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരാളാണ്. ഇമോഷണൽ സ്റ്റെബിലിറ്റി ഇല്ലാത്ത ഒരാളാണ്. ഈവൻ ദോ നമ്മൾ എത്ര സോഷ്യൽ ബീയിങ് ആണെന്ന് പറഞ്ഞാൽ ഇമോഷണൽ ഭാഗത്ത് നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ എവിടെ വെച്ചായിരിക്കണം ഒരു റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് വ്യക്തമായ ബോധ്യം അത് യുവാക്കൾക്ക് ഉണ്ടാവണം. ചെറിയ വിഷമമൊക്കെ ഉണ്ടാവും. എന്നാലും നമ്മൾ അതിനെ അതിജീവിക്കണമല്ലോ. വെറുതെ ജീവിതകാലം മുഴുവൻ സങ്കടപ്പെടുന്നതിലും നല്ലതല്ലേ അപ്പോൾ വേണ്ടെന്ന് വെക്കുന്നത്. പണത്തിൻ്റെയോ സ്വർണത്തിൻ്റെയോ ബേസിസിലല്ല വാല്യൂ കൊടുക്കേണ്ടതെന്ന് ഉള്ളൊരു സംഭവം പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും. എന്ത് പ്രശ്നം വന്നാലും അത് നേരിട്ടിട്ട് മുന്നോട്ട് പോകാനേ നോക്കുകയുള്ളൂ അല്ലേ. അതിപ്പോൾ ഡൗറി ആണെങ്കിലും ഇപ്പോൾ കാസ്റ്റ് ആണെങ്കിലും സ്ത്രീധനത്തിനാണോ ഇഷ്ടപ്പെട്ടത് നമ്മളെയാണോ ഇഷ്ടപ്പെട്ടതെന്ന് ആദ്യം ചോദിക്കൂ, എന്നിട്ടാണ് പിന്നെ മറുപടി കൊടുക്കൂ. ഡൗറി എന്നുള്ളൊരു വിഷയം കൊണ്ട് അത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ആത്മാർത്ഥ പ്രേമമല്ല, അല്ലെങ്കിൽ അതൊരു നല്ലൊരു റിലേഷൻ അല്ല. പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും. മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ റിലേഷൻ വേണ്ടെന്ന് വെക്കും. ഇത്രയും കാലം ഒരുമിച്ചുണ്ടായിട്ടും എല്ലാ സിറ്റുവേഷൻസും അറിഞ്ഞിട്ടും അത്രയും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരാളെ പിന്നെ കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. സോ ബാക്ക് ഓഫ് ചെയ്യുക. വീട്ടുകാരോടെയൊക്കെ സംസാരിക്കും, എന്തായാലും സംസാരിക്കണമല്ലോ, അല്ലാണ്ട് നമ്മൾ റിയാക്ഷൻ എടുക്കണം. എന്നിട്ടും ഓക്കെ അല്ലെങ്കിൽ എന്തായാലും ഒഴിവാക്കും. രണ്ടാൾ ഒരുമിച്ച് ജീവിക്കാനാണെങ്കിൽ പേരൻസ് ഇല്ലാണ്ട് അങ്ങനെ നമുക്ക് ജീവിക്കുക എന്നുള്ളൊരു ഓപ്ഷൻ പറയൂ. അതും പറ്റില്ല. ഡൗറി എന്നെ ആവശ്യപ്പെടുകയാണെങ്കിൽ പോയി പണി നോക്കാൻ പറയണം. അശ്വിനൊരു റിലേഷൻഷിപ്പ് ഉണ്ട് വർഷങ്ങളായിട്ട്. അപ്പോൾ അശ്വിൻ റിലേഷൻഷിപ്പിലാണ്. അപ്പോൾ വീട്ടിൽ ഇത് അവതരിപ്പിച്ച സമയത്ത് വീട്ടുകാർ സമ്മതിക്കുന്നില്ല, അവർ ഡൗറി വേണമെന്ന് പറയുന്നു. അപ്പോൾ അശ്വിൻ എന്ത് ചെയ്യും? ഇത് പെൺകുട്ടിയോട് പറയുമോ അതോ അശ്വിൻ ഇത് നൈസായിട്ട് വീട്ടുകാരോട് പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്തിട്ട്, ഇല്ലെങ്കിൽ എന്തായിരിക്കും അശ്വിൻ്റെ വീട്ടുകാർ എന്ത് ചെയ്താൽ സമ്മതിക്കില്ല? ഡൗറി ഇല്ലാതെ അവർ അശ്വിനെ സമ്മതിക്കില്ല. ഞാൻ ഓളെ വിളിച്ചിറങ്ങും. വേറെന്ത്? ഓക്ക് ഇഷ്ടമാണെങ്കിൽ വേറൊന്നുമില്ല, ഞാൻ ജീവിക്കും. ആര് എതിർത്താൽ ഞാൻ ജീവിക്കും. നല്ല പുല്ല്.